തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ വിശ്വസിക്കാമോ എന്ന ചോദ്യത്തിന് ഉത്തരം, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസംഗം തന്നെയാണ്. അങ്ങനെയൊരു പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയും നടത്തിയിട്ടില്ല. അതിൻ്റെ സാരാംശം നമുക്ക് എന്താണ്? വിജയ് പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ കൈയിലേക്ക് വരുന്നത് നിങ്ങളുടെ ഇളയ സഹോദരൻ എന്ന നിലയിലാണ്. ഞാൻ മാലാഖയൊന്നുമല്ല. എൻ്റെ സർക്കാർ സുതാര്യമായ സർക്കാരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആദ്യം ചെയ്യേണ്ടത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ആരെയെങ്കിലും എനിക്ക് കാണേണ്ടതുണ്ടെങ്കിൽ രഹസ്യമായോ അടച്ചിട്ട മുറിയിലോ അത് ഞാൻ ചെയ്യില്ല. എന്ത് ചെയ്യുന്നതും പരസ്യവും സുതാര്യവുമായിട്ടായിരിക്കും. ഈ ദിവസം മുതൽ ലഹരി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും. യുവജനങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭരണത്തിൽ ഒരു തെറ്റും ചെയ്യില്ല. കൂടെയുള്ളവർ തെറ്റ് ചെയ്യാനും സമ്മതിക്കില്ല. തെറ്റായ ആശയങ്ങൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഉപേക്ഷിക്കണം. ജനങ്ങളുടെ പണത്തിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ കൈകൊണ്ട് തൊടില്ല. ഒരൊറ്റ അധികാര കേന്ദ്രം മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ആളുകൾ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരുപക്ഷെ അവർ സുഹൃത്തുക്കളോ ശത്രുക്കളോ ആയിക്കൊള്ളട്ടെ, എല്ലാവരും എൻ്റെ ജനങ്ങളാണ്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അതിനുശേഷം കരുണാനിധിയെയും ഉദയനിധിയെയും ഒക്കെ വിജയ് കണ്ടതും നമ്മൾ ദർശിച്ചതാണ്. ഇതെല്ലാം വിജയിയെ വ്യത്യസ്തനാക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു ഭാവി കൊണ്ടുവരാൻ ഈ താരത്തിന് സാധിക്കും എന്നതിൻ്റെ സൂചനകളാണ് അതെല്ലാം. രണ്ടാം ദിവസം തന്നെ മദ്യശാലകൾ നിയന്ത്രിച്ചൊപ്പിടുകയും ചെയ്തു. Subscribe now and press the bell icon. Never miss an update.